ഹലോ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെ എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ വ്യാഴം, വെള്ളി, ഇന്ന് ശനിയാഴ്ച 3 ദിവസമായിട്ട് അവധിയാണ് സ്കൂള്. ഓട്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, റൂമിൽ തന്നെ. നമ്മളെ ചെക്കന്മാരപ്പോൾ പുറത്തൊക്കെ ഒന്ന് പോയിന്ന് ഫുഡൊക്കെ വാങ്ങാൻ. നാളെ ഉണ്ടാവും സ്കൂള്. അപ്പം നോമ്പിൻ്റെ മുമ്പായിട്ട് എക്സസൈസൊക്കെ മുടങ്ങി കിടക്കുന്നു. വയറൊക്കെ പിന്നെയും ചാടി, ഭയങ്കര അസ്വസ്ഥത. അപ്പം ഇന്നലെ തുടങ്ങിയിരിക്കണ്. ഇന്നലെ ചെറുതായിട്ട് ഇങ്ങനെ എക്സസൈസൊക്കെ തുടങ്ങി. ഇന്നും ചോറൊന്നും വെച്ചിട്ടില്ലെന്ന്. ശമ്പളം കിട്ടിയ 4-5 ദിവസമായിട്ടുള്ളല്ലോ. ഇന്നും കൂടി ഒന്ന് പുറത്തുനിന്ന് വെച്ചിട്ടേ നാളെ മുതൽ കുക്കിംഗ് തുടങ്ങണം. നമ്മളെ പരിപാടികൾ തക്കാളി ചട്നി, ചോറ്. ഓക്കെ, എന്നാൽ എക്സസൈസ് തുടങ്ങട്ടെ. നമ്മളെ ഈ സ്ഥലം പരിമിതിക്കുള്ളിലുള്ള ചെറിയ ചെറിയ എക്സസൈസുകളുള്ളൂ കേട്ടോ. വലിയ എക്സസൈസുകളൊന്നുമില്ല. ചെറിയ സ്ഥലമുള്ളല്ലോ. അപ്പോൾ ഈ ബെഡുമൊക്കെ കടന്നിട്ട് ചെയ്യുന്ന എക്സസൈസും ഇവിടെ നിന്നിട്ട് ചെയ്യുന്ന എക്സസൈസൊക്കെ ഓക്കെ. നമ്മളെ ശരീരഭാരം കുറക്കാനും വയറ് കുറക്കാനൊക്കെ ഒരു ജിമ്മിലും പോകണ്ട. ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ എക്സസൈസ് ചെയ്താൽ തന്നെ വയറ് 2 മാസം കൊണ്ട് ശരിക്കും പൂർണ്ണമായിട്ട് കുറയും. ഒരു സംശയം വേണ്ട. ആദ്യം വന്ന് തുടക്കത്തിൽ 2 മാസം എക്സസൈസ് ചെയ്ത് വയറ് നല്ലോണ്ടായിരുന്നു. നാട്ടിൽ നിന്ന് വന്നപ്പോൾ നല്ല കുറച്ചിന്ന്. ആ ഒരു പഴയ ആദ്യത്തെ വീഡിയോയിലുണ്ട്. പിന്നെ വീണ്ടും ഒരു 2 മാസം നിർത്തി. പിന്നെയും വയറ് അതേമാതിരി വന്നു. നിങ്ങൾ വയറ് പിന്നെ ഈ വയറ് ഞാൻ ഒരു 2 മാസം വേണ്ട, ഒരു മാസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചിട്ടുണ്ട്. വ്യത്യാസം ഉണ്ടോ ഇല്ലേ നിങ്ങൾ നോക്കി. നമുക്ക് ഓടാൻ സ്ഥലമല്ലല്ലോ, ഇവിടെ തന്നെ ജസ്റ്റ് ഓടുന്ന എക്സസൈസ് ഇവിടെ തന്നെ ചെയ്യാം. നിന്നിട്ട് ഓടുക മെയിൻ എക്സസൈസ് ആട്ടോ. ഈ ഓട്ടം ഒരു 10 മിനിറ്റെങ്കിലും ഓടണം, അത് നിർബന്ധമാണ്. ഇതാണ് മെയിൻ എക്സസൈസ്. പിന്നെ ചാട്ടം, നമുക്ക് സ്കിപ്പ് ചെയ്യുന്ന സാധനം ഇവിടെ ഒന്നും അതിനുള്ള സ്ഥലമൊന്നുമില്ല. നിന്ന് ചാടുക. അവർ 2 മിനിറ്റൊക്കെ ചാടിയാൽ മതി. പക്ഷെ ഇതൊക്കെ തന്നെ മെയിൻ എക്സസൈസ്, ശരീരം ഇളകാനല്ലോ. വേറെ നമുക്ക് വഴിയൊന്നുമില്ല. ഇവിടെ പാർക്കൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് അതിന് സമയം ചിലപ്പോൾ ആ പാർക്ക് പോകുമ്പോഴാവും ഓടുമ്പോഴാവും ഇവിടെ നിന്ന് വിളി വരിക. അപ്പം നമ്മളെ പണി അങ്ങനെയല്ലേ. അപ്പോൾ കൂട്ടുകാരെ, ഇങ്ങനത്തെ ചെറിയ വീഡിയോകളൊക്കെ നമ്മളിടും. ഇഷ്ടപ്പെടുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ തുടരാം.
കുറേ ദിവസം ചെയ്യാത്തതുകൊണ്ടേ ഒരു തുടക്കത്തിൽ കുറച്ച് ചെയ്താൽ മതി. അതായത് ഒരു 50 പുഷപ്പാണ് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു 10 എണ്ണീച്ച ചെയ്തൊരു കുറച്ച് കൂട്ടിപ്പോയാൽ മതി. അതേമാതിരി തന്നെ എല്ലാ എക്സസൈസും എണ്ണം കുറച്ച് ചെയ്യുക, പിന്നെ ഇങ്ങനെ കൂട്ടിപ്പോയാൽ മതി ദിവസം തോറും. നിങ്ങൾ ഒന്നരാടം ചെയ്താലും കുഴപ്പമില്ല. ഓക്കെ, അപ്പം നമ്മളെ ഈ ബെഡിൽ കിടന്നിട്ടുണ്ടെന്ന് പുഷപ്പും അബ്ഡമൻസിന് വയറിനുള്ള കളികളൊക്കെ. ഡംബിള് ഈ അടുത്തവിടെ മുമ്പിലൊരു വീട് ഷിഫ്റ്റായി പോയി. അപ്പോൾ അവിടുന്ന് ഇവിടെ ചെക്കന്മാരൊക്കെ പോയി അവിടുത്തെ സാധനങ്ങളൊക്കെ എടുത്തു. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ ഒരു ഡംബിൾ മാത്രം ഉണ്ട്. ഇതിൻ്റെ ജോഡി എവിടെയെന്ന് കാണാനില്ല. കുറേ തരുന്നു. ഒന്നെങ്കിൽ ഒന്ന് പറഞ്ഞാൽ അത് കൊടുന്നിട്ട് വെറുതെ ഒന്ന് ബൈസെപ്സിന് വെറുതെ ഇങ്ങനെ കളിക്കാലോ. അപ്പൊ സ്ഥിരമായിട്ട് ഇതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്യാം, അത്രേ ഉള്ളൂ. മെയിനാണ് അതൊക്കെ ഈ ബെഡിൽ കടന്നിട്ട് ചെയ്യാൻ പറ്റുള്ളൂ, വേറെ സ്ഥലമല്ല നമുക്ക്. ഓക്കെ, കുറേ ദിവസം ചെയ്യാതിൻ്റെ ഭയങ്കര ഇടങ്ങേറ് ശരീരത്തിൽ. അത് കുഴപ്പമില്ല, അത് ഒരു 3-4 ദിവസം കഴിഞ്ഞാണ് റെഡിയാവും. നല്ല വേദന ഒക്കെ ഉണ്ടാവും. ഏതായാലും ഇപ്പോൾ ഇന്നലെ തുടങ്ങിയിട്ടുള്ളൂ. 2-3 ദിവസമേ സാവധാനം ചെയ്യണുള്ളൂ, ഓരോ സെറ്റേ ചെയ്യണുള്ളൂ. ഇടങ്ങാറാണില്ല, മെല്ലെ കൂട്ടാൻ നമുക്ക്. നാട്ടിലുണ്ടാവുമ്പോൾ അവിടെ ജിമ്മിന് പോയിന്ന് തൂര് പറഞ്ഞ സ്ഥലം, അവിടെ നമ്മൾ ആശ ഉണ്ടായിരുന്നു. നമ്മളെ ഗുരു മോനേട്ടം മൂപ്പര് അന്ന് പറഞ്ഞ, എത്രയോ വർഷം മുമ്പാണത്. മൂപ്പര് അന്ന് പറഞ്ഞു തന്ന ഓരോരോ ചെറിയ എക്സസൈസുകളാണ് ഇപ്പോഴും ചെയ്യുന്നത്. മൂപ്പര് അടിപൊളിയാണ്. മലപ്പുറം മിസ്റ്റർ മലപ്പുറം ഒക്കെ കിട്ടി അടിച്ച ആളാണ്. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ.